അപ്പുറത്ത് ആത്മാവെനിക്ക് കാലഘട്ടത്തിന് സഭയോട് പറയാൻ തന്ന ദൂത ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കല്ലുമല സഭകളോട് മാത്രമല്ല ഞാൻ പറയുന്നത്, സകല പെന്തക്കോസ് സഭകളോടും കൂടെ ഞാൻ പറയുന്നത്. അത്ഭുത രോഗശാന്തി വ്യാപരിച്ച ഒരു കാലഘട്ടം, കൃപാവരങ്ങൾ വെളിപ്പെട്ട് ഒരു കാലഘട്ടം, 40-21 നമ്മുടെ പിതാക്കന്മാർ മുട്ടുമടക്കിയവരുടെ മുട്ട തഴമ്പ് കയറിയ ഒരു കാലഘട്ടം, അന്ന് വ്യാപരിച്ച ദൈവകൃപ. അതിനപ്പുറത്ത് ചിലതൊക്കെ പുറത്തു കിട്ടുമെന്നുള്ള ചിന്താഗതിയിൽ പലതിന്റെ പിന്നാലെ ഓടി നടക്കുമ്പോൾ നമുക്ക് ഇന്ന് രാത്രി മടങ്ങി വരാൻ തീരുമാനിക്കാം. ഈ കൂടാരത്തിനകത്ത് ദൈവകൃപയുള്ളത്, ഈ കൂടാരത്തിനകത്ത് മഞ്ഞയിട്ട പൊൻപാത്രം ഇരിക്കുന്നത്. എനിക്കുള്ളതെല്ലാം ഈ ആലയത്തിനകത്തുണ്ടെന്നുറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ഷുഡാര, എനിക്കുള്ള കരുതലും എനിക്കുള്ള വിടുതലും എനിക്കുള്ള സൗഖ്യവും എൻ്റെ പ്രത്യാശയും എല്ലാം എൻ്റെ ഭാവിക്കുള്ളതെല്ലാം പ്രിയൻ ഈ സഭയാം തോട്ടത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇരിപ്പുണ്ടെങ്കിൽ ആ രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറ. ഇനി അവൻ ചിന്തിക്കുന്ന നാലാമത്തെ ചിന്ത, he thought that happiness comes from the external sources. ഇന്ന് രാത്രി ചെറുപ്പക്കാരെ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെ കാട്ടി കൂടുതൽ ഈ സാധനത്തിനകത്ത് ഇരിക്കുന്നത് പ്രായമുള്ളവരാ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു യോഗത്തിനകത്ത് അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾ മാത്രം സ്നാനപ്പെട്ട പോരാ, നിങ്ങളുടെ ഫോണുകൂടെ സ്നാനപ്പെടണമെന്ന്. സത്യമായിട്ടും എനിക്കത് സന്തോഷകരമായിട്ട് തോന്നി. ഇതിനപ്പുറത്ത് നിനക്ക് സന്തോഷം വരുന്നത് എവിടാ? ഇതിനപ്പുറത്ത് നിനക്ക് സമാധാനം വരുന്നത് എവിടാ? ഇതിനപ്പുറത്ത് നിനക്ക് അനുഗ്രഹം വരുന്നത് എവിടാ? ഇതിനപ്പുറത്ത് നിനക്കുള്ള സാധ്യത വെളിപ്പെടുന്നത് എവിടാ? മറ്റൊന്നും വേണ്ട, എനിക്കിത് മാത്രം മതിയെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക.